എൻ്റെ പേര് മുനീഷ്. ഞാൻ കോഴിക്കോട് കക്കോടി സ്വദേശിയാണ്. മാർക്കറ്റിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പോൾ 15 വർഷമായിട്ട് മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ 10-18 വർഷമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മൈഗ്രെയിൻ ആയിരുന്നു. അലോപ്പതി യൂസ് ചെയ്തിട്ടുണ്ട്, ആയുർവേദം യൂസ് ചെയ്തിട്ടുണ്ട്, യുനാനി യൂസ് ചെയ്തിട്ടുണ്ട്, ഹോമിയോപ്പതി യൂസ് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പുലർച്ചയ്ക്ക് പോയി ഒരു പച്ചിലവർഗ്ഗം വെച്ചിട്ട് ഒരു ദിവസം കൊണ്ട് മാറുന്നിട്ട് അതും ചികിത്സിച്ചതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് അറഫാത്ത്, എൻ്റെ ഫീൽഡിൽ പരിചയപ്പെട്ട ഫ്രണ്ട് തന്നെയാണ്. അദ്ദേഹം വന്നിട്ട് എന്നോട് പറയുന്നത്, നീ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കും, നിനക്ക് എന്തായാലും മാറ്റം ഉണ്ടാവും, മാറിയിട്ടില്ലെങ്കിൽ ഞാൻ പൈസ തിരിച്ചു തരാം, നീ വാങ്ങിക്കുമെന്ന്. അങ്ങനെ ഞാൻ വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. 3 ദിവസം വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. പൈസ കൊടുത്ത് വാങ്ങിയ സാധനം അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. സാധാരണ എല്ലാ കമ്പനിക്കാരും പറയല്ലോ, ഇത് ഉപയോഗിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് മൈഗ്രെയിൻ വരാത്തതെന്ന്. ഞാൻ മൈഗ്രെയിൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ വെച്ചിട്ട് നിന്നു. 3 ദിവസമായിട്ട് വരുന്നില്ല. പിന്നെ കമ്പനിയുടെ ഇതിനെ കാണിച്ചു 7 ദിവസം കൊണ്ട് എന്ത് ചെയ്യാം, ഇത് നമുക്ക് തിരിച്ചു കൊടുത്താൽ പൈസ കിട്ടുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ കുറച്ച് ദിവസം, ഇപ്പോൾ 7 ദിവസം കഴിഞ്ഞിട്ട് വന്നില്ല, കുടുങ്ങിയില്ലേ. അതിനോട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ പ്രൊഡക്റ്റിൽ എനിക്ക് പറയാം മൈഗ്രെയിൻ വരാനുള്ള 6 കണ്ടീഷനോട് ഡോക്ടർ പറഞ്ഞതാണ്. 1, നീ യാത്ര ചെയ്യരുത്, ഉറങ്ങണം, ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കണം, ചോക്ലേറ്റ് കഴിക്കരുത്, അതുകൂടാണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കണം, സ്ട്രെസ് അനുഭവിക്കരുത്. ഈ 6 കാര്യങ്ങളും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ജോലി അതാണ്. സ്ട്രെസ് ഉണ്ട്, ട്രാവൽ ചെയ്യണം, ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ പ്രൊഡക്റ്റുകൾ വെച്ച് 3 ദിവസമായിട്ട് വരാണ്ടായപ്പോൾ രണ്ടും കൽപ്പിച്ചു. ഒരു ദിവസം രാത്രി പുള്ളിയിരുന്ന സിനിമ അങ്ങോട്ട് കണ്ടു. പിറ്റേന്ന് എനിക്ക് ഉറപ്പാണ് എനിക്ക് മൈഗ്രെയിൻ വരും, ഉറക്കൊഴിഞ്ഞാൽ വരും എന്നുള്ളത് എനിക്കറിയാം. വന്നപ്പോൾ എടുത്ത് തലയിൽ കെട്ടി നോക്കിയപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു മാറ്റം തോന്നി. എന്നാൽ അത് മൈഗ്രെയിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം വെച്ചാൽ മൈഗ്രെയിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. എന്നാൽ 2ാമത്തെ ദിവസം എനിക്ക് ഉറപ്പാണ് നന്നായിട്ട് വരും, ഒന്നുകൂടി ഉറക്കൊഴിഞ്ഞാൽ ഒഴിഞ്ഞ് അപ്പോൾ തന്നെ വന്നു. വൈകുന്നേരം ആയപ്പോൾ മൊബൈലിൽ നോക്കുമ്പോൾ കണ്ണങ്ങ് മങ്ങാൻ തുടങ്ങി. എൻ്റെ മൈഗ്രെയിൻ്റെ കണ്ടീഷൻ ഓറ എന്ന് പറയുന്നതാണ്. 4 ടൈപ്പ് മൈഗ്രെയിൻ ആണ്. അതിൽ ഓറ എന്ന് പറയുന്നത് ക്ലാസിക്കൽ മൈഗ്രെയിൻ എന്ന് പറയും. ഈ കണ്ടീഷനിൽ വന്നതുകൊണ്ട് തന്നെ എനിക്ക് കണ്ണ് നന്നായിട്ട് വാങ്ങും. കുറച്ച് നേരം കഴിഞ്ഞാൽ കണ്ണ് കാണാണ്ടാവും. അതായത് ഒരു വലയം വന്നിട്ട് കണ്ണ് കാണാതാവും. മൊബൈലിൽ നോക്കാൻ പറ്റില്ല. ഒരു മുട്ടുസൂചി നിലത്ത് വീണാൽ ഞാൻ അറിയും. അത്രത്തോളം ഇറിറ്റേഷനാണ്. ആ സമയത്ത് ഞാൻ മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്നു. എൻ്റെ ഈ സാധനം കെട്ടിയിരുന്നു. മൊബൈലിൽ നോക്കി, എനിക്കൊരു പ്രശ്നമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണ് റെഡി, വേദന പോയി. അതുകൊണ്ട് അതിനുശേഷം ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ സുഹൃത്തുണ്ട്, എൻ്റെ മെൻറ്റർ എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്താണ്, ജയേഷ് എന്ന് പറഞ്ഞിട്ട്. അയാളുടെ ഇളയമയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ് കൊടുത്ത്. ആളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ കുറച്ച് 3 മാസമായിട്ട് ആൾ കിടപ്പിലാണ്. കാല് നിലത്ത് കുത്താൻ കഴിയില്ല, കിടത്തത്തിലാണ്. ഇരുത്തിയാൽ എയർബെഡിലാണ് കിടക്കുന്നത്. ഓക്സിജൻ 3 മണിക്കൂർ അല്ല, ഒരു ദിവസം 12 മുതൽ 20 മണിക്കൂർ വരെ ഓക്സിജൻ കൊടുത്തോണ്ടിരിക്കണം. ആ എക്സ്റ്റേണൽ ഓക്സിജൻ ഓക്ടോ കോൺസെൻട്രേറ്റർ വെച്ചിട്ടാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കൊടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഞാൻ ഉപയോഗിച്ചാൽ ജയശേട്ടാ, നിങ്ങൾക്കറിയാലോ എൻ്റെ മൈഗ്രെയിൻ അവസ്ഥ, നിങ്ങൾ ഉപയോഗിച്ച് കൊടുത്തു നോക്കിയാണ്. അങ്ങനെ ഞാൻ കൊണ്ടുപോയി കൊടുത്തായിരുന്നു. എന്നെ കൊണ്ട് പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ അന്ന് എൻ്റെ കൂടെ ഇവിടെയുള്ള കണ്ണൂരുള്ള ഒരു ജംഷി സാർ എന്ന ഒരാൾ വന്നു. ആള് പ്രൊഡക്റ്റിനൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത് 3ാമത്തെ ദിവസം ആ അമ്മൻ്റെ ഓക്സിജൻ സിലിണ്ടർ മാറ്റാൻ പറഞ്ഞു. 1 മണിക്കൂറാണ് കിട്ടാൻ പറഞ്ഞു. കഴിഞ്ഞ ഓണത്തിനാണ് ഞാനിപ്പോൾ കൊടുത്തതല്ലേ, ജയശേട്ടൻ ഇപ്പോൾ നാളെയും കാണുന്ന ആളല്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പിന്നെ മൂപ്പർക്ക് കാണാൻ പറ്റില്ല. അതിനോട് ഞാൻ പിന്നെ വിളിച്ചുകൊണ്ടിരുന്നു, ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കും. വിളിച്ച് 19ാമത്തെ ദിവസം, അതായത് സെപ്റ്റംബർ 15-ന് ഓണത്തിൻ്റെ അന്ന് ഞാൻ ആ വീട്ടുകാരെ വിളിച്ചിട്ടൊന്ന് ഓണം വിഷയം വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ പറഞ്ഞു, മോനെ ഇന്ന് ഇരട്ടി സന്തോഷമുള്ള ദിവസമാണ്. അമ്മ ഇന്ന് എൻ്റെ ഭാര്യയുടെ സഹായത്തോട് കൂടി പിടിച്ച് ബാത്റൂമിൽ നടന്നു പോയിന്നാണ്. അത് കഴിഞ്ഞ് സന്തോഷം കേട്ടപ്പോൾ ഞാൻ ജയശേഖരനെ കൂട്ടി അവിടെ പോയി കണ്ട് ആ അമ്മനോട് ഇരുന്ന് സംസാരിച്ചു. അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തരും, അനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. കാരണം നമ്മളൊരാളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ എൻ്റെ സുഹൃത്താവട്ടെ, കുടുംബത്തിൽ എൻ്റെ ഉമ്മയും ഭാര്യയൊക്കെ ഒഴിച്ച് ബാക്കി ആരോട് പറഞ്ഞു കഴിഞ്ഞാലും അവരെൻ്റെ പേരെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കില്ല. എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുടെ കൂട്ടത്തിലൊന്ന് പ്രാർത്ഥിക്കും. എന്നാൽ എനിക്ക് ഉറപ്പാണ് ആ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്തായാലും എൻ്റെ പേരെടുത്ത് പറഞ്ഞാൽ പറയും, കോഴിക്കോടുള്ള മോനെ വേണ്ടി രക്ഷപ്പെടുന്നത്. അത്രത്തോളം നല്ല പ്രൊഡക്റ്റാണ്. ഉപയോഗിച്ച് എല്ലാവർക്കും റിസൾട്ട് ഉണ്ടാവും.